സാമൂഹികമായ വളർച്ചയുടെ എത്രയോ വലിയ മാനദണ്ഡങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കാണില്ല. നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ കോമാളി രൂപങ്ങളും അതുപോലെ തന്നെ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനാഗ്രം എന്ന് ആഗ്രഹിക്കുന്ന വിഡ്ഢിത്തത്തിന്റെ ആൾരൂപങ്ങളും ഒക്കെ നിറയും. അതല്ലാതെ നാം നേടിയ വലിയ നേട്ടങ്ങളെ, നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മികവുകളെ നമുക്ക് കാണാനാവാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോടതികൾ, മാധ്യമങ്ങൾ, എക്സിക്യൂട്ടീവ് സംവിധാനങ്ങൾ, ഭരണഘടനാപരമായ സംവിധാനങ്ങൾ മുതൽ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ഔപചാരിക രൂപം വരെ തകർന്നടിയുന്ന ഒരു സ്ഥിതി ഒരു ഭാഗത്തുണ്ടാവുകയും മറുഭാഗത്ത് മൂലധനത്തെ സമ്പൂർണമായി പിന്തുണച്ച് ഫാഷിസത്തിന്റെ അടിസ്ഥാന സ്വഭാവമെന്ന് മുസോളിനി പറഞ്ഞ ആ പ്രകൃതത്തിലേക്ക്, മൂലധനവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു ഭരണകൂടം മറുഭാഗത്തുമായി നമ്മെ വലയം ചെയ്തിരിക്കുന്നു. ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ 79ാമത് വാർഷിക ദിനത്തിൽ നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യം. ഇതിനോട് നേരിട്ട് നിൽക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഭീമാകാരമായ രാഷ്ട്രീയ അധികാരം, ഭീമാകാരമായ സാമ്പത്തിക അധികാരം, മാധ്യമങ്ങൾ അടക്കമുള്ളവയുടെ സമ്പൂർണ്ണ നിയന്ത്രണം, ഇതെല്ലാം കൈയടക്കി വച്ചിട്ടാണ് ഫാഷിസ്റ്റുകള് ഇന്ത്യൻ ജനാധിപത്യത്തെ പടിപടിയായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഇല്ലാതാക്കലിനെതിരെയും നമുക്ക് നിവർന്നു നിൽക്കാൻ കഴിയുന്ന ഒരടിസ്ഥാന ശക്തിയുള്ളത് നമ്മുടെ സംഘടിതമായ പ്രതിരോധ ശേഷിയാണ്. നമ്മളിപ്പോ മൊത്തം ജനസംഖ്യയുടെ 1% താഴെ ആളുകളാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ദാരിദ്ര്യത്തിലുള്ളത്. 1% ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞതാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് കേരളം എത്തി. 5 ലക്ഷം മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സ്ഥിതി കേരളത്തിലുണ്ടായി. കേരളത്തിലെ പൊതു വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യ സംവിധാനം, ഗതാഗത സംവിധാനങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും താരതമ്യേന വികസിത സമൂഹങ്ങൾക്കൊപ്പം എത്തിച്ചേർന്നു. ഇതൊക്കെ നിങ്ങൾ എവിടെയാണ് കാണുക? ഇപ്പൊ ഞാനൊരു കണക്ക് പറഞ്ഞാൽ, IMR എന്ന് പറയുന്ന ഒരു സൂചികയുണ്ട്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ രോഗാതുരരായി മരിക്കുന്നു എന്നത് ആരോഗ്യ സൂചികയിലെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. കേരളം അത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് 5ലേക്ക് എത്തി. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 5 കുഞ്ഞുങ്ങൾ മരിക്കും. അഖിലേന്ത്യാ ശരാശരി 27 മറ്റാണ്. ഇവരുടെ കൊണ്ടാടപ്പെടുന്ന ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ 49, 52 ഒക്കെയാണ്. കേരളത്തിൽ 5. ഈ 5 ലോകത്ത് മറ്റൊരു നിലവിലുള്ളത് ഫ്രാൻസും കാനഡയും ഒക്കെ പോലെ പ്രതിശീർഷ വരുമാനം 30,000 മുതൽ 50,000 വരെയുള്ള രാജ്യങ്ങളിലാണ് IMR 5-ലെത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രതിശീർഷ വരുമാനം $2,500-3,000. അതിന്റെ 10-1. ആ 10-1 നിന്നുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക്. ഞാൻ ഇന്നിങ്ങനെ കേരള പഠന പരിഷത്തിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ കേരള പഠന റിപ്പോർട്ട് നോക്കുക. കേരളത്തിൽ ഇന്ന് കക്കൂസുകൾ ഉപയോഗിക്കുന്ന വീടുകളുടെ എണ്ണം 98.9 99%. അത്രയും വീടുകളിലേക്ക് എത്തി. 2014 അവരുടെ സർവേ നടക്കുന്ന സമയത്ത് അത് 70-അടുത്തായിരുന്നു. നമ്മുടെ പാർലമെന്റ് പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ഔപചാരികമായി പാർലമെന്റ് ചേരുന്നു എന്നല്ലാതെ പാർലമെന്റ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ട രീതിയിൽ കഴിഞ്ഞ 1 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്നതേ ഇല്ല. ഞാൻ അതിന്റെ മുഴുവൻ കണക്കുകളൊന്നും പറയുന്നില്ല. സബ്ജക്ട് കമ്മിറ്റികളോ സെലക്ട് കമ്മിറ്റികളോ പോലുള്ള കമ്മിറ്റികൾ ചേർന്ന് ഓരോ നിയമത്തിന്റെയും സൂക്ഷ്മാംശങ്ങൾ പരിശോധിച്ച് ഭേദഗതികൾ നിർദ്ദേശിച്ച് ആ നിർദ്ദേശങ്ങളോടെയുള്ള നിയമം വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് പാസ്സാക്കുന്ന രീതിയൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ അവസാനിച്ചിട്ട് എത്രയോ കാലങ്ങളായി. ഇവരോർക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ നാം പലപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യം, ഇന്ത്യ മതാധിഷ്ഠിതമായി വിഭജിക്കപ്പെടേണ്ട രാഷ്ട്രമാണ് എന്ന വാദം ആദ്യം ഉയർത്തുന്നത് ആരാണ്? ഇപ്പൊ സാമാന്യമായി ഇതെല്ലാം മുസ്ലിങ്ങളുടെ പേരിലാണ് മുദ്രയടിക്കപ്പെടാറുള്ളത്. മുസ്ലിം ലീഗാണ് 2 രാജ്യം ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുമ്പോട്ട് വെച്ച് അതിനുവേണ്ടി അതിശക്തമായി വാദിച്ച് അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ 46 ഓഗസ്റ്റ് 16 ഡയറക്റ്റ് ആക്ഷൻ നടപ്പിലാക്കി വലിയ കലാപങ്ങൾക്ക് വഴിവെച്ചത് എന്ന് നാം സാമാന്യേന മനസ്സിലാക്കി വരുന്നുണ്ട്. അതിൽ വസ്തുതയുമുണ്ട്.
എന്നാൽ 1940 ലാഹോർ സമ്മേളനത്തിൽ ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഒരു അടിസ്ഥാന പ്രമേയമായി മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നതിനും 17 വർഷം മുമ്പ് ഇന്ത്യ മതാധിഷ്ഠിതമായി വിഭജിക്കപ്പെടേണ്ട 2 രാജ്യങ്ങളാണ് എന്നും ഒരു ഹൈന്ദവ രാഷ്ട്രവും ഒരു മുസ്ലിം രാഷ്ട്രവുമാണ് ഇന്ത്യ എന്നുമുള്ള വാദം ആദ്യം ഉന്നയിക്കുന്നത് സവർക്കറാണ്. 1923 അദ്ദേഹം രചിച്ച ഈ ഹിന്ദുത്വ എന്ന ഗ്രന്ഥം മുതൽക്ക് തന്നെ ദ്വിരാഷ്ട്രവാദം സവർക്കറുടെയും ഹിന്ദു മഹാസഭയുടെയും അടിസ്ഥാന മുദ്രാവാക്യമാണ്. അതിനെ മുൻനിർത്തിയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് അവകാശം വരുന്നത്? അത് ജന്മനാ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ അവിടെ സ്ഥിരവാസമുള്ളവരാണ് എന്നതുകൊണ്ട് കൈവരുന്നതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ അവിടെ ദീർഘകാലം ജീവിച്ചിരുന്നു എന്നതുകൊണ്ട് വരുന്നതല്ല. അങ്ങനെ ജന്മത്തിലൂടെയോ സ്ഥിരവാസത്തിലൂടെയോ കൈവരുന്നതല്ല ഇന്ത്യയിലെ പൗരത്വം എന്ന സങ്കല്പമാണ് ഹിന്ദുത്വ എന്ന സവർക്കറുടെ കൃതി മുമ്പോട്ട് വെച്ചത്. പകരം അദ്ദേഹം 2 മാനദണ്ഡങ്ങളാണ് മുമ്പോട്ട് വെച്ചത്. ഒന്ന് പിതൃഭൂമി ആയിരിക്കണം, 2 പുണ്യഭൂമി ആയിരിക്കണം എന്നാണ്. പിതൃഭൂമി എന്നത് നിങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളോ പൂർവ്വ പരമ്പരയോ ജനിച്ചു വളർന്ന മണ്ണ് എന്ന അർത്ഥത്തിലാണ്. പുണ്യഭൂമി എന്നത് അത് നിങ്ങളുടെ വിശുദ്ധ ഭൂമി കൂടിയായിട്ട് നിങ്ങൾ കാണണം. അങ്ങനെ മതപരമായ വിശ്വാസത്തെ, ഇത് കൃത്യമായും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരത്വത്തിന് അർഹരല്ല എന്നുറപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു തത്വമാണ്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് പുണ്യഭൂമി എന്ന് പറയുന്നത് അത് പ്രവാചകന്റെ മണ്ണാണ്, അത് മക്കയും മദീനയുമാണ് എന്ന് വാദിച്ചുകൊണ്ട് ഇന്ത്യയെ അവർ ദീർഘകാലമായി ജീവിക്കുന്നുണ്ടെങ്കിലും പുണ്യഭൂമിയായി കരുതാത്തവരാണ് എന്നതുകൊണ്ട് ഹിന്ദുക്കൾ ഒഴികെയുള്ള മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരും ഇന്ത്യയെ പുണ്യഭൂമി എന്ന നിലയ്ക്ക് സ്വാഭാവികമായി കണക്കാക്കാത്തത് കൊണ്ട് ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് എന്ന് വരുത്തുന്നതിനുള്ള അടിസ്ഥാന മാനദണ്ഡമായിട്ടാണ് ഫാദർലാൻഡ് ആൻഡ് ഹോളി ലാൻഡ്, പിതൃഭൂമിയും പുണ്യഭൂമിയും എന്ന സങ്കല്പം സവർക്കർ മുമ്പോട്ട് വെച്ചത്. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ആയിരക്കണക്കിന് വർഷങ്ങളായി എത്രയോ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ കൂടിക്കലർന്ന് വളർന്ന ആ പാരമ്പര്യങ്ങളുടെ കൂടിക്കലറിലൂടെ ഒരു നാഗരികത വികസിച്ചു വന്ന ഈ ഭൂപ്രദേശത്തെ മതപരമായി വിഭജിക്കുന്നതിന്റെ ആദ്യത്തെ യുക്തി അവതരിപ്പിച്ചത് സവർക്കറാണ്. അത് ഹിന്ദു മഹാസഭ ഏറ്റെടുത്തു. ഈ പുണ്യഭൂമി എന്ന സങ്കല്പം പിന്നീട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ആശയമായി. എപ്പോഴെങ്കിലും ഈ ആശയത്തെ, ഇന്ത്യ ഹിന്ദുക്കളുടെ പുണ്യഭൂമിയാണ് എന്ന ആശയത്തെ ഹിന്ദു മഹാസഭയോ ഹൈന്ദവ വർഗീയ പ്രസ്ഥാനങ്ങളോ തള്ളിക്കളഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഈ ഒരാശയം ഇന്ത്യയിൽ ദേശീയവാദികൾ വലിയൊരു പങ്ക് ഏറിയും കുറഞ്ഞും മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് വാസ്തവത്തിൽ ഈ മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രം എന്ന വാദം ഒരു ഘട്ടം കഴിയുമ്പോൾ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത് പോലും. ഞാനത് ശരിയായൊരു വാദമായിരുന്നു എന്ന് പറയല്ല, പക്ഷെ അങ്ങനെ ഒരു വാദഗതി രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ ഈ ഒരു അന്തരീക്ഷം. അപ്പൊ ജിന്നയെ കുറിച്ച് ഇന്ന് നമുക്ക് എത്രയെങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കാമെങ്കിലും ഖിലാഫത്തിനെ പിന്തുണയ്ക്കാനായിട്ടും തുർക്കിയിലെ ഖലീഫയെ ലോക മുസ്ലിങ്ങളുടെ തലവനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ അതിനോടൊപ്പം ചേരാനും ഗാന്ധി 1920കളിൽ തീരുമാനിക്കുന്ന സമയത്ത് അതിനെ നഖശിഖാന്തം എതിർത്ത ഒരാളായിരുന്നു മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം ഒരു വിശ്വാസിയോ വിശ്വാസത്തിന്റെ പ്രയോക്താവോ ആയിട്ടല്ല തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. അന്ന് അദ്ദേഹം പറഞ്ഞത് അതൊരു മതവിഭാഗത്തിന്റെ മതപരമായ ആവശ്യമാണ്, അത് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യവുമായി കൂട്ടിയിണക്കേണ്ടതില്ല എന്ന നിലപാടാണ് ജിന്ന ആ വിഷയത്തിൽ എടുത്തത്. മറിച്ച് ഗാന്ധി ആകട്ടെ അതിനെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഗാന്ധിയെ സംബന്ധിച്ച് അതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. 19ാം നൂറ്റാണ്ട് അവസാനം മുതൽ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം പതിയെ പതിയെ ശക്തിപ്പെട്ടു വന്ന സമയം മുതൽ തന്നെ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു അകലം രൂപപ്പെട്ടിട്ടുണ്ട് എന്നും മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തോട് ഒരു വിശ്വാസക്കുറവുണ്ട് എന്നും തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്
അതിന് പരിഹാരം എന്ന നിലയിൽ മതപരമായ ഒരു പ്രശ്നത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിയിണക്കാനായിട്ട് ഗാന്ധി അന്ന് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വിഭജനം എന്ന ആശയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യ മതപരമായി നിലനിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് എന്ന ആശയം ഇന്ത്യൻ മണ്ണിൽ പ്രചരിപ്പിച്ച് അതിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്തേക്ക് കുത്തിക്കടത്തിയതിന്റെ ചരിത്രം വാസ്തവത്തിൽ ഹൈന്ദവ വർഗീയതയുടെ ചരിത്രമാണ്. അതിന്റെ തുടർച്ചയിലാണ് സവർക്കർ കൊണ്ടുവന്ന ഈ ആശയത്തിന്റെ തുടർച്ചയിലാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാമ്രാജ്യാധികാരത്തിൽ നിന്നോ കൊളോണിയൽ ശക്തികളിൽ നിന്നോ വിദേശ ഭരണത്തിൽ നിന്നോ ഇന്ത്യ നേടുന്ന സ്വാതന്ത്ര്യമല്ല എന്ന നിലപാട് ഗോൾവൽക്കർ എടുക്കുന്നത്. ഗോൾവൽക്കർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യ തേടേണ്ട സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നല്ല, വിദേശികൾക്കെതിരെ സമരം ചെയ്ത് തങ്ങളുടെ ഊർജം പാഴാക്കരുത് എന്ന് ഇന്ത്യയിലെ യുവാക്കളെ ഉദ്ബോധിപ്പിച്ച ഒരാൾ കൂടിയാണ് ഗോൾവൽക്കർ. അദ്ദേഹത്തെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിദേശ ശക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല, ആഭ്യന്തര ശത്രുക്കളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആഭ്യന്തര ശത്രുക്കളായി 3 വിഭാഗത്തെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. അതിലൊന്ന് മുസ്ലിങ്ങളാണ്, 2 ക്രിസ്ത്യാനികളാണ്, 3 കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ ഇന്ത്യൻ ജനതയെയും സാർവദേശീയമായ രാഷ്ട്രീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് വാദിക്കുകയും അത് ലക്ഷ്യം വച്ച് സാമ്രാജ്യ ശക്തികളുമായി ആകാവുന്ന പോലെയൊക്കെ ഒത്തുതീർപ്പിൽ ഏർപ്പെടുകയും ദേശീയ പ്രസ്ഥാനത്തെ അകമേ പിളർത്താൻ വേണ്ടി കോളനി ഭരണത്തിന്റെ പിടിയാളുകളായി പ്രവർത്തിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് ഹൈന്ദവ വർഗീയവാദത്തിനുള്ളത്. ആ പ്രവൃത്തിയുടെ അനന്തരഫലമാണ് വാസ്തവത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടത്തിൽ നേരിട്ട ഭീമാകാരമായ വിഭജനവും അതുണ്ടാക്കിയ രക്തച്ചൊരിച്ചിലും. അതുകൊണ്ട് ഭീകരതയ്ക്കും ഭീകരതയ്ക്കെതിരായ ഒരു ദിനം അല്ലെങ്കിൽ വിഭജന ഭീകരതയ്ക്കെതിരായ ഒരു പ്രവർത്തനം നാം നടത്തണമെങ്കിൽ ആ പ്രവർത്തനം അടിസ്ഥാനപരമായി നടത്തേണ്ടത് ഇന്ത്യയിലെ മതരാഷ്ട്രവാദത്തിനും മതരാഷ്ട്രീയത്തിനുമെതിരെയാണ്. വിഭജന വിരുദ്ധതയ്ക്കെതിരായ ഇന്ത്യയുടെ ശരിയായ ഉണർന്നുനിൽപ്പ് വിഭജനത്തിനും അതുണ്ടാക്കിയ ചോരപ്പുഴയ്ക്കും എതിരായ ഇന്ത്യയുടെ പ്രതിരോധം എന്ന് പറയുന്നത് മതാധിഷ്ഠിത രാഷ്ട്രീയത്തിനും ഇന്ത്യയിൽ സവിശേഷമായി അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എതിരായ പ്രതിരോധം. കാരണം അതിന്റെ വിത്ത് അവിടെ നിന്നാണ്, അല്ലാതെ മുസ്ലിം ലീഗ് അല്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമല്ല. അവരൊക്കെ അതിൽ പങ്കുചേർന്നവരാണ്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലിയ തോതിൽ മുസ്ലിം ലീഗ് ധിരാഷ്ട്രവാദത്തിൽ എത്തുന്നതിന് 1.5 പതിറ്റാണ്ട് മുമ്പേ ധിരാഷ്ട്രവാദം പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും മതാധിഷ്ഠിതമായ വിദ്വേഷത്തെ സമൂഹത്തിൽ ആകമാനം പടർത്തുകയും മതപരമായ വിഭജനം ഇന്ത്യയെ ഒരു ഹിന്ദു എന്ന് പ്രതീക്ഷിച്ച സമയത്ത് 948-47 അവസാനവും 48 ആദ്യവും ഒക്കെ അഭയാർത്ഥികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്ട് 20 ലക്ഷം ആളുകൾ 10 ലക്ഷം പേർ കൊല ചെയ്യപ്പെട്ട് 2 കോടിയിലധികം ആളുകൾ അഭയാർത്ഥികളായി തീർന്ന സ്ഥിതിവിശേഷമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പൊട്ടിത്തെറിക്കാവുന്ന മട്ടിൽ വർഗീയതയുടെ വികാരം പടർന്നു കയറിയ സന്ദർഭം. ഇതിനെ ഉപയോഗപ്പെടുത്തി പാകിസ്ഥാന് ബദലായ ഒരു ഹിന്ദു മതരാഷ്ട്രത്തെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്ന് ഹിന്ദു മഹാസഭയും ഹൈന്ദവ വർഗീയവാദികളും വച്ചു പുലർത്തിയത്. അതിന്റെ ഒരു കളിക്കളമായിട്ടാണ് ഡൽഹിയെ അവർ ഉപയോഗപ്പെടുത്തിയത്. ആ കളിക്കളത്തിലുള്ള അവരുടെ മുഴുവൻ പ്രവർത്തനത്തെയും പരാജയപ്പെടുത്തി എന്നതാണ് ഗാന്ധിയോടുള്ള അവരുടെ ഒടുങ്ങാത്ത പകയുടെ അടിസ്ഥാനം. 948 ജനുവരി 13 മുതൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാരത്തിലൂടെ വർഗീയ വിദ്വേഷത്തെ ആകാവുന്നത്ര പ്രസരിപ്പിച്ച് സ്വതന്ത്ര ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഹിന്ദു മഹാസഭയുടെയും വർഗീയവാദികളുടെയും വീക്ഷണത്തെ, പ്രതീക്ഷയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നതോടെയാണ് ഗോഡ്സെയും നാരായണാപ്തയും അവരുടെ സംഘങ്ങളും പൂനെയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയും
48 ജനുവരി 20-ന് ഗാന്ധിയെ വധിക്കാനുള്ള ഒന്നാമത്തെ ശ്രമം നടത്തുകയും അതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പൂനെയിലേക്ക് മടങ്ങി വന്ന് സവർക്കറെ കണ്ട് വീണ്ടും ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കി 48 ജനുവരി 30-ന് ഗാന്ധിയെ വധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഗാന്ധി വധം എന്നത് തന്നെ വാസ്തവത്തിൽ ഈ ഹിന്ദുത്വത്തിന്റെ മതരാഷ്ട്ര നിർമ്മാണം എന്ന പ്രക്രിയയുടെ ഒരു വലിയ പ്രവർത്തന പഥത്തിലെ ഒരു പ്രത്യേക സന്ദർഭമാണ്. അത് അപ്പൊ തുടങ്ങിയതോ ഗോഡ്സെക്ക് ഗാന്ധിയോട് തോന്നിയ പ്രത്യേകമായ ഒരു വിദ്വേഷത്തിന്റെ അനന്തരഫലമോ ഒന്നുമല്ല. അത് മതരാഷ്ട്രം എന്ന ആശയത്തെ, മതത്തെ മുൻനിർത്തുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആവിഷ്കാരങ്ങളിൽ ഒന്നായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയാലാണ് വിഭജന വിരുദ്ധതയ്ക്കും വിഭജന ഭീകരതയ്ക്കുമെതിരായ ഇന്ന് ഹിന്ദുത്വവാദികൾ പറയുന്ന ആശയം ഏതെങ്കിലും നിലയിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി നാം അത് ഉയർത്തിപ്പിടിക്കേണ്ടത് വർഗീയവാദികൾക്കെതിരെയാണ്, ഹിന്ദുത്വ ശക്തികൾക്കെതിരെയാണ്. കാരണം ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഒന്നാമത്തെ ദേശവിരുദ്ധ ശക്തികളായി പ്രവർത്തിച്ചത് ഹൈന്ദവ വർഗീയവാദികൾ. ഇത് നമ്മളിപ്പോ ആരും ഓർക്കാറില്ല. കാരണം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ അകമേ തകർത്ത് കൊളോണിയൽ ഭരണകൂടത്തിന് ഉപയുക്തമാകുന്ന മട്ടിൽ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് മതപരമായ വിഭജനമുണ്ടാക്കി വിഭജിച്ച് ഭരിക്കുക എന്ന കൊളോണിയൽ തന്ത്രത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ കേന്ദ്രമായിരുന്നു ഹിന്ദു മഹാസഭയും സവർക്കറെ പോലുള്ള നേതാക്കളും. അവരുണ്ടാക്കിയ പിളർപ്പാണ് വാസ്തവത്തിൽ ഇന്ത്യ ഒറ്റ രാജ്യമല്ലെന്നും ഒറ്റയ്ക്ക് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾക്ക് അധികാരം കൈമാറാൻ കഴിയില്ല എന്ന നിലപാടും എടുത്ത് ഒരു ദ്വിരാഷ്ട്ര പദ്ധതി രൂപപ്പെടുത്തുന്നതിന് കൊളോണിയൽ ഭരണകൂടത്തെ സഹായിച്ചത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് 40-ലെത്തുന്ന നിലപാട് 923-ൽ തന്നെ സ്വീകരിക്കുകയും ആ നിലപാടിനെ ഇന്ത്യയിൽ ഉടനീളം പ്രചരിപ്പിക്കുകയും വർഗീയമായ വിദ്വേഷത്തെ ഇന്ത്യൻ സമൂഹത്തിൽ ആകമാനം പടർത്തുകയും ചെയ്ത ഒരു സംവിധാനത്തെയാണ് നാം ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് അടിസ്ഥാനപരമായി ജനവിരുദ്ധവും ദേശവിരുദ്ധവുമായ ഒന്നാണ്. ആ പാരമ്പര്യമാണ് ഇന്ന് നമ്മോട് വിഭജന ഭീകരതയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. വിഭജന ഭീകരതയുടെ നടത്തിപ്പുകാരാണ് ഡൽഹിയിലും കൽക്കട്ടയിലുമൊക്കെ ആയിരക്കണക്കിന് ആളുകളെ കൊല ചെയ്യുന്നതിന്റെ നേതൃത്വം വഹിച്ച ആളുകളാണ് ഈ ഹിന്ദു മഹാസഭയുടെ അന്നത്തെ പ്രവർത്തകർ. തിരിച്ചും അതുകൊണ്ട് വിഭജന ഭീകരത എന്ന് പറയുന്നത് എന്തിന്റെ ഉൽപ്പന്നമാണ്? അത് മതരാഷ്ട്രത്തിന്റെയും മതരാഷ്ട്രീയത്തിന്റെയും ഉൽപ്പന്നമാണ്. ആ മതരാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ നടത്തിപ്പുകാരാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണാധികാരം കൈയാളുന്നത്. ആ ഭരണാധികാരം കൈയാളാൻ അവർ ഉപയുക്തമാക്കിയത് ഇതേ മതവർഗീയതയെയും മതരാഷ്ട്രീയത്തെയുമാണ്. അന്നില്ലാത്ത ചിലതുകൂടി അവരിന്ന് ചെയ്യുന്നുണ്ട്. മതപരമായ സംഘാടനവും വർഗീയ വിദ്വേഷത്തിന്റെ വ്യാപനവും മാത്രമല്ല, 2 കാര്യങ്ങൾ കൂടി അവരിന്ന് ചെയ്യുന്നുണ്ട്. ഒന്ന്, കോർപ്പറേറ്റ് മൂലധനത്തിന് ഇന്ത്യയെ സമ്പൂർണമായി തീറെഴുതി കൊടുക്കുന്ന മട്ടിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ നടന്ന ഉദാരവൽക്കരണത്തിന്റെ ഏറ്റവും ഭീമാകാരവും ജനവിരുദ്ധവുമായ ആവിഷ്കാരം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 1 പതിറ്റാണ്ടായി ഹിന്ദുത്വ ഭരണകൂടമാണ്. മറ്റൊന്ന്, ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനങ്ങളെ ഏതാണ്ട് സമ്പൂർണമായി തവിട് പൊടിയാക്കി ഭരണകൂടത്തിന്റെ വാലാട്ടിപ്പട്ടികൾ എന്ന് വിളിക്കേണ്ടുന്ന നിലയിലേക്ക് മറ്റെല്ലാ സംവിധാനങ്ങളെയും എത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കിയതും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ 1 പതിറ്റാണ്ടിലെ കേന്ദ്ര ഭരണകൂടം. കോടതികളാകട്ടെ അവരിൽ നിക്ഷിപ്തമായ അടിസ്ഥാന ദൗത്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവരെല്ലാം തന്നെ ഭരണകൂടം നടത്തുന്ന കൈയാളുന്ന രാഷ്ട്രീയ കക്ഷികളുടെയും വർഗീയ ശക്തികളുടെയും ആശയങ്ങളുടെ വെറും പിണിയാളുകൾ എന്ന പദവിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തത് നാം കാണും. ഇപ്പൊ 1990-ൽ ബാബറി പ്രശ്നം ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയത്, ആരാധനാലയ സംരക്ഷണ നിയമം. ഇന്ത്യൻ പാർലമെന്റിൽ എല്ലാ കക്ഷികളും ചേർന്ന് പാസാക്കിയ ഒരു നിയമമായിരുന്നു. ആ നിയമം അനുസരിച്ച്
47 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്താണോ ആ സ്ഥിതിയിൽ ഒരു മാറ്റവും ഇനി വരുത്താൻ പാടില്ല, ബാബറി പള്ളി ഒഴികെ. ബാബറി പള്ളി അന്നൊക്കെ വലിയ തർക്ക വിഷയമായി കഴിഞ്ഞതുകൊണ്ട് അതൊഴികെ മറ്റെല്ലാ ആരാധനാലയങ്ങളും 47 ഓഗസ്റ്റ് 15 ഏത് നിലയിലാണോ നിലനിൽക്കുന്നത് തൽസ്ഥിതി ഇനി മാറ്റാൻ പാടില്ല എന്ന് ഇന്ത്യൻ പാർലമെന്റ് നിയമം ഉണ്ടാക്കി. ആ നിയമം നിലനിൽക്കെ തന്നെയാണ് യാൻവാബി പള്ളി ഒഴിച്ചു നോക്കാനായിട്ട് കോടതി ഉത്തരവിട്ടത്. ഈ നിയമത്തിനെതിരാണ്. യാൻവാബി പള്ളി ഹിന്ദു ദേവാലയമാണോ എന്നറിയാൻ ഒഴിച്ചു നോക്കാനായിട്ട് അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുന്നു, ഹൈക്കോടതി അത് ശരിവെക്കുന്നു, സുപ്രീം കോടതി ശരിവെക്കുന്നു. മറുഭാഗത്ത് ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം നോക്കുകുത്തിയായി അവിടെ നിൽക്കുന്നു. എത്രയെങ്കിലും നിയമങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ്. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ ഗവർണർ ലംഘിച്ചു എന്ന് വ്യക്തമായിരിക്കെ അക്കാര്യം നിശിതമായി നടപ്പാക്കുന്നതിന് പകരം മധ്യസ്ഥത്തിന്റെ പദവിയിലേക്ക് സുപ്രീം കോടതി സ്വയം മാറുന്നു. ഇങ്ങനെ ഭരണഘടനാ വ്യവസ്ഥകൾ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പൊ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, CCTV ദൃശ്യങ്ങൾ ആരുടെയും പ്രത്യേക നിർദ്ദേശമില്ലാതെ 45 ദിവസത്തിനുള്ളിൽ സമ്പൂർണ്ണമായി നശിപ്പിച്ചു. അതുകൊണ്ട് ആര് വോട്ട് ചെയ്തു, ഒരാൾ എത്ര വോട്ട് ചെയ്തു, എവിടെയൊക്കെ വോട്ട് ചെയ്തു എന്നതിന്റെ അവശേഷിക്കുന്ന തെളിവ് ഇല്ലാണ്ടായി. 45 ദിവസം കൊണ്ട് ഇല്ലാണ്ടായി. വാരണാസിയിൽ ഒരേ പേരിൽ 80 പേര് വോട്ട് ചെയ്തു. ഒരേ അഡ്രസ്സിൽ 80 പേര് വോട്ട് ചെയ്തു. വോട്ടർ പട്ടിക എത്രയെങ്കിലും വട്ടം ആവശ്യപ്പെട്ടിട്ടും ഇലക്ട്രോണിക് വോട്ടർ പട്ടിക നൽകാനായിട്ട് തയ്യാറാകുന്നില്ല. അങ്ങനെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ സമ്പൂർണമായി റദ്ദാക്കിക്കൊണ്ട് ഒരു പ്രഹസനത്തെക്കാൾ തരംതാണ നിലയിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ മാറ്റിക്കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിമർശനം ഉയർത്തുന്നവരോട്, നമ്മുടെ സുനിൽകുമാറിനോടടക്കം സത്യവാങ്മൂലം സമർപ്പിക്കാനും ഇല്ലെങ്കിൽ ശിക്ഷാ നടപടികളെ നേരിടാനുമാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ പരിഹാരമെന്ത്, ആ പ്രശ്നങ്ങളിൽ വിശദീകരണമെന്ത് എന്ന് പറയാൻ. ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രകൃതം തന്നെ അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞ ഫാഷിസത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഏറിയും കുറഞ്ഞും പ്രകടമാകുന്ന ഒരു സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത്. അതിന്റെ മറ്റൊരു മുഖമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം. അത് ഇന്ത്യയുടെ മൂലധന ശക്തികളുമായി ഭരണകൂടം എത്തിച്ചേർന്ന സമ്പൂർണമായ ഒരു ഐക്യമാണ്. ഫാഷിസത്തെ കുറിച്ച് നാം ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. അവിടെയൊക്കെ നാം എപ്പോഴും കേൾക്കുന്ന ഒരാശയം അതിതീവ്രമായ ദേശീയ ബോധം ഉയർത്തിക്കൊണ്ടുവന്ന് മതപരമോ വംശീയമോ വർഗീയമോ ആയ വിഭജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഭരണകൂടത്തിന്റെ നിയന്ത്രണം കൈയാളുകയും തങ്ങൾക്കെതിരായവരെ തടവിലടയ്ക്കുകയോ കൊന്നെടുക്കുകയോ വംശഹത്യ നടത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ് ഫാഷിസത്തെ നാം മനസ്സിലാക്കി വരുന്നത് സാമാന്യമായി. എന്നാൽ ഫാഷിസത്തിന്റെ അവതാരകനായി 936 എന്താണ് ഫാസിസം എന്ന് വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ഒരു പ്രബന്ധത്തിൽ, ഡോക്ട്രിൻസ് ഓഫ് ഫാഷിസം എന്ന അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ ഫാഷിസത്തെ വിശദീകരിക്കുന്നത് അടിസ്ഥാനപരമായി ഇങ്ങനെയല്ല. അദ്ദേഹം വളരെ വ്യത്യസ്തമായ മറ്റൊരു ഊന്നലാണ് അവിടെ കൊടുക്കുന്നത്. അദ്ദേഹം ഫാഷിസത്തെ അവിടെ വിശദീകരിച്ചത് ഭരണകൂടവും മൂലധനവും തമ്മിലുള്ള സമ്പൂർണ്ണ ഐക്യമാണ് ഫാഷിസം. എ ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ ക്യാപിറ്റൽ. മൂലധന താല്പര്യങ്ങളും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണ്ണ ഐക്യം. ഇതത്ര എളുപ്പമല്ല. കാരണം ഭരണകൂട താല്പര്യങ്ങളെ 100% മൂലധന താല്പര്യങ്ങളെ 100% ഭരണകൂടത്തിന് എപ്പോഴും പിന്തുണയ്ക്കാൻ പറ്റില്ല. കാരണം സാധാരണ സ്ഥിതിവിശേഷത്തിൽ മൂലധന താല്പര്യങ്ങൾ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ സാമ്പത്തിക സാമൂഹ്യ ആവശ്യങ്ങളുമായി ഒത്തുപോകില്ല. അവ പരസ്പര വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് ലോകത്ത് ഒരു ജനാധിപത്യ സംവിധാനത്തിനും 100%
ഭരണകൂട താല്പര്യങ്ങളെ, മൂലധന താല്പര്യങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയില്ല. പക്ഷെ ഫാഷിസം അത് ചെയ്യും. ഫാഷിസം മറയില്ലാതെ മൂലധന താല്പര്യങ്ങളെ, ഇന്ന് അദാനിയെ ചെയ്യുന്നത് പോലെ. എന്തുകൊണ്ടാണ് ട്രംപിനെതിരെ ഇന്ത്യൻ ഭരണകൂടം ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ കാണാത്ത മട്ടിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ അതിഭീകരമായ കടന്നാക്രമണം ഒന്നിനു പുറകെ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യൻ ഭരണകൂടം അതിനെതിരെ ചെറുവിരൽ അനക്കാത്തത്? എന്തുകൊണ്ടാണ് ട്രംപിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാത്തത്? ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യം, സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ അദാനിക്കെതിരെ അമേരിക്കയിൽ നിലനിൽക്കുന്ന കേസുകൾ സ്തംഭിപ്പിച്ചു നിർത്തുന്നതിന്, അതിനെ മന്ദീഭവിപ്പിക്കുന്നതിന് അമേരിക്കയുമായി നടത്തുന്ന ഒത്തുതീർപ്പുകളുടെ കൂടി ഭാഗമാണ് ഈ മൗനം എന്നാണ്. അതെന്തു ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഭരണകൂടം മൂലധന താല്പര്യങ്ങളെ 100% പിന്തുണയ്ക്കുന്നത് കൂടിയാണ് ഫാഷിസം. അങ്ങനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അസംതൃപ്തിയെയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളെയും മറികടക്കാൻ അവരുപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നായി വംശീയതയും വർഗീയതയും മതപരമായ വിദ്വേഷങ്ങളും മാറുകയും. അതുകൊണ്ട് നമുക്ക് ചുറ്റും ഓരോ ദിവസവും നാനാതരത്തിലുള്ള വിഭാഗീയ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരും. അത് ഭാരതാംബ എന്നുള്ള സങ്കല്പമായിരിക്കും, അത് ഗോസംരക്ഷണം എന്ന വാദമായിരിക്കും, അത് വിഭജന ഭീകരത എന്ന ആശയമായിരിക്കും. ഇതേ ചൊല്ലി സമൂഹം ഇങ്ങനെ രണ്ടായി പിളർന്ന് അതിൽ ധാരാളം തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കെ, അഥവാ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ, രാഷ്ട്രീയ ശ്രദ്ധ ഇത്തരത്തിലുള്ള തർക്കങ്ങളിലാവുകയും സമൂഹം കൂടുതൽ പോളറൈസ്ഡായി, വിഭജിതമായി മാറുകയും ചെയ്യുന്ന സമയത്ത് ഭരണകൂടം മൂലധന താല്പര്യങ്ങളെയും മൂലധന ശക്തികളെയും സമ്പൂർണമായി പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതി അകമേ രൂപപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ പാർലമെന്റ് പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ഔപചാരികമായി പാർലമെന്റ് ചേരുന്നു എന്നല്ലാതെ പാർലമെന്റ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ട രീതിയിൽ കഴിഞ്ഞ 1 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്നതേ ഇല്ല. ഞാൻ അതിന്റെ മുഴുവൻ കണക്കുകളൊന്നും പറയുന്നില്ല. സബ്ജക്ട് കമ്മിറ്റികളോ സെലക്ട് കമ്മിറ്റികളോ പോലുള്ള കമ്മിറ്റികൾ ചേർന്ന് ഓരോ നിയമത്തിന്റെയും സൂക്ഷ്മാംശങ്ങൾ പരിശോധിച്ച് ഭേദഗതികൾ നിർദ്ദേശിച്ച് ആ നിർദ്ദേശങ്ങളോടെയുള്ള നിയമം വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് പാസാക്കുന്ന രീതിയൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ അവസാനിച്ചിട്ട് എത്രയോ കാലങ്ങളായി. മറിച്ച് ഇപ്പോ കാശ്മീരിന് വിശേഷ അവകാശം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പാസാക്കിയെടുക്കുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, ആഴ്ചകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ആ പദവി എടുത്തു കളയുന്നത് തീരുമാനിച്ചത് ഒരു ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്നു, പാർലമെന്റിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നു, കാശ്മീരിന്റെ പ്രത്യേക പദവി അവസാനിക്കുന്നു. ഇങ്ങനെ അതിദീർഘമായ പ്രക്രിയകളിലൂടെ എന്തിനാണ് പാർലമെന്റിൽ സെലക്ട് കമ്മിറ്റിയും സബ്ജക്ട് കമ്മിറ്റിയും ഒക്കെ? ഒരു നിയമം നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ആ നിയമത്തിന്റെ എല്ലാ നൂലാമാലകളും വിശദാംശങ്ങളും പരിശോധിച്ച് ചർച്ച ചെയ്ത് തീർപ്പിലെത്താൻ 540 അംഗങ്ങളുള്ള ഈ സമിതിക്ക് കഴിയില്ല. അതുകൊണ്ട് അതിൽപ്പെട്ട വിദഗ്ധ സ്വഭാവമുള്ള ഒരു കൂട്ടം ആളുകൾ ഈ നിയമത്തിന്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അതിൽ ചിലതെല്ലാം സ്വീകരിച്ച് നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി വീണ്ടും അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് ജനങ്ങളുടെ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും കൂടി റിഫ്ലക്ട് ചെയ്യപ്പെട്ട, പ്രതിഫലിപ്പിക്കപ്പെട്ട നിലയിൽ ഒരു നിയമത്തിന് അന്തിമ രൂപം നൽകുക എന്നതാണ് ഈ പ്രക്രിയയുടെ അടിസ്ഥാനം. ഇപ്പൊ നടക്കുന്നത് അത്തരമൊരു പ്രക്രിയയല്ല, കേവല ഭൂരിപക്ഷത്തിന്റെ കയ്യടി മാത്രമാണ്. മെജോറിറ്റേറിയനിസം, ജനാധിപത്യം മെജോറിറ്റേറിയനിസമേ അല്ല. ഭൂരിപക്ഷത്തിന് ഇഷ്ടമുള്ള എന്തും ചെയ്യുന്നതിന്റെ പേര് ജനാധിപത്യം എന്നേ അല്ല. ജനാധിപത്യം അടിസ്ഥാനപരമായി ശരിയായിരിക്കുന്നത് ഭൂരിപക്ഷ ഹിതം നടപ്പാകുന്നു എന്നതിന്റെ പേരിലല്ല, ആ ഭൂരിപക്ഷ ഹിതത്തോടൊപ്പം ന്യൂനപക്ഷാവകാശങ്ങൾ എങ്ങനെയെല്ലാം സംരക്ഷിക്കപ്പെടുന്നു എന്നതിന്റെ പേരിലാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇപ്പോഴത്തെ ദിശ ഭൂരിപക്ഷ ഹിതം മാത്രം അവശേഷിക്കുകയും ന്യൂനപക്ഷാവകാശങ്ങളെ കഴിയുന്നത്ര കൊന്നൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ്.
അങ്ങനെ ന്യൂനപക്ഷാവകാശങ്ങളെ കഴിയുന്നത്ര കൊന്നൊടുക്കുന്ന വർഗീയവാദികൾക്ക് കൈമുത്തം നൽകാനും കേക്ക് നൽകി സ്വീകരിക്കാനും വാരിപ്പുണരാനും സന്നദ്ധരായ മതമേലധ്യക്ഷന്മാരുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഇത് പറയേണ്ടി വരുന്നത്. ദയനീയമായ സ്ഥിതിയാണ്. എന്തൊക്കെയോ ഭയപ്പാടുകൾ വേറെ ഉണ്ടാവും. ഞാൻ അതിന്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. വാസ്തവത്തിൽ അവര് വഞ്ചിക്കുന്നത് അവരുടെ വിശ്വാസി സമൂഹത്തെയാണ് ഒന്നാമത്. അതിനേക്കാളൊക്കെ കൂടുതൽ അവർ വഞ്ചിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഞാൻ അതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ് ക്രൈസ്തവതയുടെ ഒരടിസ്ഥാന തത്വമെന്ന് ഈ പുരോഹിത ശ്രേഷ്ഠന്മാരോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അങ്ങനെ അല്ലാതെ മുസ്ലിങ്ങളെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിക്കുന്ന വർഗീയവാദികൾക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് അവരെ ആശ്ലേഷിക്കുന്നതിന്റെ പേര് ക്രൈസ്തവത എന്നൊന്നുമല്ല. അതെല്ലാം വർഗീയതയുടെ മറയില്ലാത്ത ആവിഷ്കാരങ്ങളാണ്, ചെയ്തുകൂടാത്തതാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും തമ്മിൽ വേട്ടയാടാൻ തുറന്നു വിട്ട ഒരു സംവിധാനമായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിലെ ഭരണ സംവിധാനം മാറിയിരിക്കുന്നു. അത് പാർലമെന്റിനെ നിശ്ചലമാക്കി, കോടതികളെ മിക്കവാറും പ്രവർത്തനരഹിതമാക്കി, മാധ്യമങ്ങളെ സമ്പൂർണമായി കുഴലൂത്തുകാരാക്കി. നിങ്ങൾക്ക് ഒരു പതിറ്റാണ്ടിന് മുമ്പുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയം ഓർമ്മയുള്ളവർക്കറിയാം. അണ്ണാ ഹസാരെയുടെയും മറ്റ് നേതൃത്വത്തിൽ ഉയർന്നു വന്ന അഴിമതി വിരുദ്ധ സമരം എന്ന പേരിൽ ഉയർന്നു വന്ന RSS വളരെ കൃത്യമായി പിന്നിൽ നിന്ന് ആസൂത്രണം ചെയ്ത ആ പ്രക്ഷോഭത്തിന് ഇന്ത്യൻ മാധ്യമ മണ്ഡലത്തിൽ എമ്മാതിരി ദൃശ്യതയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ 100% ദൃശ്യത വാസ്തവത്തിൽ ഇപ്പൊ നടക്കുന്ന ഈ കൊള്ളകൾക്കില്ല. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയും. 5 ലക്ഷം ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം. 5 ലക്ഷം പേർ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ. ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ 5000 പേർക്കോ 10000 പേർക്കോ ഒക്കെ വീട് വെച്ചു കൊടുത്തത്. പക്ഷെ 5 ലക്ഷം പേർക്ക്, ഭവനരഹിതരായ 5 ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുത്ത, അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഇല്ലാണ്ടാക്കപ്പെട്ട, കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ദാരിദ്ര്യത്തിന്റെ തോത് 1% താഴെ എത്തിയ 0.7 ആണ് കേരളത്തിലെ ദാരിദ്ര്യത്തിന്റെ തോത്. 0.7. ഇതൊന്നും വെറുതെ വന്നതല്ല കേട്ടോ. 1950കളിൽ അഖിലേന്ത്യാ തലത്തിൽ ദാരിദ്ര്യത്തിന്റെ തോത് 45 48 ആയിരുന്ന സമയത്ത് അതിനും മുകളിലായിരുന്നു കേരളത്തിന്റെ ദാരിദ്ര്യത്തിന്റെ തോത്. 60%-അടുത്തായിരുന്നു. മൊത്തം 100-ൽ 60% ദരിദ്രരായിരുന്ന സ്ഥിതി 100 കൊല്ലം മുമ്പ്. അവിടെ നിന്ന് നമ്മളിപ്പോ മൊത്തം ജനസംഖ്യയുടെ 1% താഴെ ആളുകളാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ദാരിദ്ര്യത്തിലുള്ളത്. 1% ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞതാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് കേരളം എത്തി. 5 ലക്ഷം മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സ്ഥിതി കേരളത്തിലുണ്ടായി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യ സംവിധാനം, ഗതാഗത സംവിധാനങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും താരതമ്യേന വികസിത സമൂഹങ്ങൾക്കൊപ്പം എത്തിച്ചേർന്നു. ഇതൊക്കെ നിങ്ങൾ എവിടെയാണ് കാണുക? ഇപ്പൊ ഞാനൊരു കണക്ക് പറഞ്ഞാൽ, IMR എന്ന് പറയുന്ന ഒരു സൂചികയുണ്ട്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ രോഗാതുരരായി മരിക്കുന്നു എന്നത് ആരോഗ്യ സൂചികയിലെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. കേരളം അത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് 5ലേക്ക് എത്തി. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 5 കുഞ്ഞുങ്ങൾ മരിക്കും. അഖിലേന്ത്യാ ശരാശരി 27 മറ്റാണ്. ഇവരുടെ കൊണ്ടാടപ്പെടുന്ന ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ 49, 52 ഒക്കെയാണ്. കേരളത്തിൽ 5. ഈ 5 ലോകത്ത് മറ്റുള്ള നിലവിലുള്ളത് ഫ്രാൻസും കാനഡയും ഒക്കെ പോലെ പ്രതിശീർഷ വരുമാനം 30,000 മുതൽ 50,000 വരെയുള്ള രാജ്യങ്ങളിലാണ് IMR 5-ലെത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രതിശീർഷ വരുമാനം $2,500-3,000. അതിന്റെ 10-1. ആ 10-1 നിന്നുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക്. ഞാൻ ഇന്നിങ്ങനെ കേരള പഠന പരിഷത്തിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ കേരള പഠന റിപ്പോർട്ട് നോക്കുകയായിരുന്നു. കേരളത്തിൽ ഇന്ന് കക്കൂസുകൾ ഉപയോഗിക്കുന്ന വീടുകളുടെ എണ്ണം
98.9 99%. അത്രയും വീടുകളിലേക്ക് എത്തി. 2014 അവരുടെ സർവേ നടക്കുന്ന സമയത്ത് അത് 70-അടുത്തായിരുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ സാമൂഹികമായ വളർച്ചയുടെ എത്രയോ വലിയ മാനദണ്ഡങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കാണില്ല. നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ കോമാളി രൂപങ്ങളും അതുപോലെ തന്നെ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനാഗ്രം എന്ന് ആഗ്രഹിക്കുന്ന വിഡ്ഢിത്തത്തിന്റെ ആൾരൂപങ്ങളും ഒക്കെ നിറയും. അതല്ലാതെ നാം നേടിയ വലിയ നേട്ടങ്ങളെ, നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മികവുകളെ നമുക്ക് കാണാനാവാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോടതികൾ, മാധ്യമങ്ങൾ, എക്സിക്യൂട്ടീവ് സംവിധാനങ്ങൾ, ഭരണഘടനാപരമായ സംവിധാനങ്ങൾ മുതൽ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ഔപചാരിക രൂപം വരെ തകർന്നടിയുന്ന ഒരു സ്ഥിതി ഒരു ഭാഗത്തുണ്ടാവുകയും മറുഭാഗത്ത് മൂലധനത്തെ സമ്പൂർണമായി പിന്തുണച്ച് ഫാഷിസത്തിന്റെ അടിസ്ഥാന സ്വഭാവമെന്ന് മുസോളിനി പറഞ്ഞ ആ പ്രകൃതത്തിലേക്ക്, മൂലധനവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു ഭരണകൂടം മറുഭാഗത്തുമായി നമ്മെ വലയം ചെയ്തിരിക്കുന്നു. ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ 79ാമത് വാർഷിക ദിനത്തിൽ നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യം. ഇതിനോട് നേരിട്ട് നിൽക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഭീമാകാരമായ രാഷ്ട്രീയ അധികാരം, ഭീമാകാരമായ സാമ്പത്തിക അധികാരം, മാധ്യമങ്ങൾ അടക്കമുള്ളവയുടെ സമ്പൂർണ്ണ നിയന്ത്രണം, ഇതെല്ലാം കൈയടക്കി വച്ചിട്ടാണ് ഫാഷിസ്റ്റുകള് ഇന്ത്യൻ ജനാധിപത്യത്തെ പടിപടിയായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഇല്ലാതാക്കലിനെതിരെയും നമുക്ക് നിവർന്നു നിൽക്കാൻ കഴിയുന്ന ഒരടിസ്ഥാന ശക്തിയുള്ളത് നമ്മുടെ സംഘടിതമായ പ്രതിരോധ ശേഷിയാണ്. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ബ്രിട്ടനെ പോലെ ഒരു ഭീമാകാരമായ സൈനിക ശക്തിയോട് എങ്ങനെയാണ് ഇന്ത്യക്ക് എതിരിടാൻ കഴിയുക എന്ന് സംശയിച്ച ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷെ ആ സംശയങ്ങളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ത്യൻ ജനതയുടെ സംയോജിതമായ നിലനിൽപ്പ്, ജാതിഭേദങ്ങൾക്കും മതദ്വേഷങ്ങൾക്കും എല്ലാം അപ്പുറം ഒരുമിച്ച് നിന്നുണ്ടാക്കിയ ഏകതാബോധം സംശയരഹിതമായും സാമ്രാജ്യത്വത്തെ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് എടുത്തെറിഞ്ഞതുപോലെ ഇന്ന് സർവപ്രതാപിയായി ഈ രാജ്യം വിഴുങ്ങുന്ന ഫാഷിസ്റ്റ് ശക്തികളെ, അതിന്റെ സാമ്പത്തിക നയത്തെ, അതിന്റെ അധികാര പ്രമത്തതയെ സംഘടിതമായ പ്രതിരോധത്തിലൂടെ നമുക്ക് പുറന്തള്ളേണ്ടതുണ്ട്. അതിനുതകുന്ന മട്ടിൽ സംയോജിതമായി നിൽക്കാൻ, അതിനുതകുന്ന മട്ടിൽ ഐക്യത്തിന്റെ സമുന്നതമായ ആവിഷ്കാരങ്ങൾ ഉണ്ടാക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുക എന്നതാണ് വാസ്തവത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ഉള്ള ഓർമ്മ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരമൊരു ദൗത്യ നിർവഹണത്തിൽ സുപ്രധാനമായ ഒരു കാര്യമാണ് മൂലധനവുമായുള്ള ചർച്ചയിലൂടെ ഈ രാജ്യത്തെ മനുഷ്യരെ നിരാധാരരാക്കിക്കൊണ്ട് തൊഴിൽ മേഖലയെ ആകമാനം തകർത്തെറിഞ്ഞ്, ഇപ്പൊ നിങ്ങൾക്കറിയാം IT മേഖലയിലൊക്കെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളെ പിരിച്ചുവിടുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഉള്ള തൊഴിൽ നഷ്ടപ്പെടുകയും തൊഴിൽ ലഭ്യത വലിയ തോതിൽ കുറയുകയും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ നീക്കിവെച്ച പണം ഏതാണ്ട് പൂർണ്ണമായിട്ടില്ലാതാകുകയും, എന്നാൽ കോർപ്പറേറ്റ് ഭീമന്മാരുടെ എഴുതിത്തള്ളുന്ന പണത്തിന്റെ തോത് ലക്ഷോപലക്ഷം കോടികളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലസന്ധിയിലാണ് നാം സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഓർക്കുന്നത്. ഇതിനെയെല്ലാം അതിന്റെ എതിർദിശയിൽ എത്തിക്കാനുള്ള സംഘടിതമായ ശ്രമം നാം ഒരുമിച്ച് നിന്ന് നടത്തേണ്ടതുണ്ട്. അതിനുള്ള പ്രേരണയും പ്രചോദനവുമായി സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ ഒരു പാരമ്പര്യത്തെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹത്തായ ഒരു പാരമ്പര്യത്തെ നാം ഉപയോഗപ്പെടുത്തണം. അതിനുള്ള ഒരു സന്ദർഭമായി ഈ സ്വാതന്ത്ര്യദിന സമര സന്ദേശത്തെ, സമര ഐക്യത്തെ കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.